ബഹിരാകാശത്ത് ചരിത്രം കുറിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. സ്കൈ റൂട്ട് എയ്റോസ്പേസിന്റെ വിക്രം-1 റോക്കറ്റ് വിക്ഷേപണം ഇന്ന് 11 മണിക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപണത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. VR കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, അഭിമാന നിമിഷമാണ് ഇന്ത്യക്ക്. ബഹിരാകാശത്ത് പുതിയ പരീക്ഷണമാണ്. വിവരങ്ങൾ. രഞ്ജിത്ത്, ബഹിരാകാശ രംഗത്ത് ഇന്ത്യ മറ്റൊരു ചരിത്ര നേട്ടത്തിനരികെ നിൽക്കുകയാണ്. ആ നേട്ടം കൈവരിക്കാനാകും എന്ന ശുഭപ്രതീക്ഷയിലാണ് രാജ്യം ഇപ്പോൾ. 46 വർഷങ്ങൾക്ക് മുൻപ് SLV-3 ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപിച്ച ശേഷം പുതുയുഗത്തിന്, പുതിയ കാലത്തിനനുസരിച്ച് പുതുചരിത്രം എഴുതാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്രം-1 വിക്ഷേപണത്തിന് തയ്യാറെടുക്കുകയാണ്. ലോഞ്ച് പാഡിലേക്ക് വിക്രം-1 എത്തിച്ചു കഴിഞ്ഞു. വിക്രം സാരാഭായിയോടുള്ള ആദരസൂചകമായാണ് ഈ പേര്. മിഷൻ ആഗമൻ എന്നാണ് ഈ ഉദ്യമത്തിന് പേരിട്ടിരിക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്പേസ് ടെക് സ്റ്റാർട്ടപ്പായ സ്കൈ റൂട്ട് എയ്റോസ്പേസിൻ്റെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റാണ് വിക്രം-1. ഇതിൻ്റെ വിക്ഷേപണം രാവിലെ 11:30 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിലെ 1ാം വിക്ഷേപണ തറയിൽ ഇതിൻ്റെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കൗണ്ട് ഡൗൺ 16 തന്നെ ആരംഭിച്ചിരുന്നു. ഏതാണ്ട് 7 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള ഒരു 22 മീറ്റർ ഉയരമുള്ള ഒരു കുഞ്ഞൻ റോക്കറ്റാണ് ഇന്ന് വിക്ഷേപണത്തിന് തയ്യാറാകുന്നത്. പൂർണ്ണമായും ഖര ഇന്ധനം ഉപയോഗിക്കുന്ന റോക്കറ്റാണ് വിക്രം-1. ലിഫ്റ്റ് ഓഫ് മുതൽ ഭ്രമണപഥം വരെ പല ഘട്ടങ്ങൾ, 4 ഘട്ടങ്ങൾ എന്ന് വിശേഷിപ്പിക്കാം. പക്ഷേ ചെറുതും വലുതുമായി ഒരു 14 ഘട്ടങ്ങൾ തന്നെ ഇതിനുണ്ട്. വിക്ഷേപണത്തിൻ്റെ ദൈർഘ്യം 15 മിനിറ്റും 46 സെക്കൻഡുമാണ്. ഏതാണ്ട് 60 ഡിഗ്രി ചരിവിലുള്ള 450 കിലോമീറ്റർ ഉയരത്തിലുള്ള ലോ എർത്ത് ഓർബിറ്റിലേക്കാണ് വിക്രം-1 കുതിക്കുന്നത്. 350 കിലോഗ്രാം വരെ ഭാരമുള്ള പേലോഡുകൾ വഹിക്കാൻ ഈ റോക്കറ്റിന് ശേഷിയുണ്ട്. 6 ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ പേലോഡുകളാണ് ഇതിനായി ഉള്ളത്. പ്രാഥമിക പരിശോധനകൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ടെലിമെട്രിക് ഇൻ്റർഫേസ് പരിശോധനകൾ, അതോടൊപ്പം തന്നെ റഡാർ ട്രാക്കിംഗ് പരിശോധനകളടക്കം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. രഞ്ജിത്ത്, അല്പം മുമ്പ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ ഈ മിഷന് ആശംസകൾ നേർന്നിരിക്കുന്നു എന്ന ഒരു പുതിയ വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. ഇന്ത്യൻ ബഹിരാകാശ യാത്രയിലെ ചരിത്രപരമായ ഒരു പുതിയ നാഴികക്കല്ലാണ് ഇത് എന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ കുറിച്ചിരിക്കുന്നു. യുവജനങ്ങളുടെ കഴിവും നിശ്ചയദാർഢ്യവും ഒപ്പം ഈ സ്വകാര്യ മേഖലയിൽ ബഹിരാകാശ രംഗത്ത് പുതിയ ഉദ്യമങ്ങൾക്ക് ഒരു പ്രചോദനമാകുന്നതാകട്ടെ വിക്രം-1ൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരെയും രാജ്യം അഭിനന്ദിക്കണം എന്നുകൂടി പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു. എന്തായാലും രാവിലെ 11:30 ഈ വിക്ഷേപണം. 15 മിനിറ്റ് ദൈർഘ്യം കൊണ്ട് 450 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള ഭ്രമണപഥത്തിലേക്ക് ഇതെത്തും. ഇതിൻ്റെ പിന്നണിക്കാർ 2 പേർ അവർ ISROയുടെ തന്നെ മുൻ എഞ്ചിനീയർമാരാണ്. അവരുടെ തന്നെ വാക്കുകൾ ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ലിഫ്റ്റ് ഓഫ് തന്നെ വിജയമായാൽ അത് അവർക്ക് ഒരു സുപ്രധാനമായ ചരിത്രമാണ്. അത് തന്നെ ഒരു വിജയമായി അവർ കണക്കാക്കുമെന്നാണ് അവരുടെ പ്രതികരണമായി വന്നിരിക്കുന്നത്. എന്തായാലും 46 വർഷങ്ങൾക്കിപ്പുറം SLV-3 വിക്ഷേപിച്ച് 46 വർഷങ്ങൾക്കിപ്പുറം ബഹിരാകാശ രംഗത്ത് മറ്റൊരു സുപ്രധാന ചുവടുവയ്പ്പിന് തയ്യാറെടുക്കുകയാണ് രാജ്യം. രാജ്യത്തെ ആദ്യ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണം 11:30 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ അഭിമാനമാണ്. വിക്രം സാരാഭായിയുടെയും CV രാമന്റെയും ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെയും ഇത്തിരി കുഞ്ഞൻ പ്രതിഭകളും ബഹിരാകാശത്തേക്ക് അയക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ഒരു ട്രേഡ് മാർക്കായി ഇത് ബഹിരാകാശത്തുണ്ടാകും. ഒരു അരിമണിയേക്കാൾ ചെറുതാണ് ഈ ശില്പങ്ങൾ. ഒപ്പം ലാബ് നിർമ്മിത ഡയമണ്ട് ആഭരണവും പിന്നെ അത് മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ആശംസാ കാർഡുകളും കൂടി ഈ റോക്കറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നതുകൂടിയാണ് ഇതിൻ്റെ പ്രത്യേകത. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.